ഞാൻ ഡോക്ടർ ടിനു സാറ എബ്രഹാം, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോയ് എസ്തറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി, കോട്ടയം, തൊടുപുഴ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രോ കോട്ടറി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോ കോട്ടറി ഡെയിലി നമ്മൾ OPDയിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇത് അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വഴി സ്കിന്നിലുള്ള ചെറിയ ഔട്ട് ഗ്രോത്ത്സ് അല്ലെങ്കിൽ സ്കിന്നിൽ കാണാവുന്ന ചെറിയ പാടുകൾ നമ്മൾ കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ടും ഇത് ഉപയോഗിക്കുന്നത് ചില ആൾക്കാരിൽ സ്കിൻ ടാഗ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഫോമാണ് DPN എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അരിമ്പാറ അല്ലെങ്കിൽ വൈറൽ വാട്ട്, അതൊരു ടൈപ്പ് ഓഫ് വൈറൽ ഇൻഫെക്ഷനാണ്. നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് സ്മോൾ ഔട്ട്ഗ്രോത്ത്സ് ആയിട്ടായിരിക്കും അരിമ്പാറ കാണുക. അതുകൂടാതെ ചില ആൾക്കാരിൽ പാലുണ്ണി അഥവാ മൊളസ്കം കണ്ടേജിയോസം, അതും ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനാണ്. ഇങ്ങനത്തെ സ്കിന്നിൽ കാണുന്ന ഔട്ട് ഗ്രോത്ത്സിനെ കരിച്ചു കളയുന്ന പ്രൊസീജിയറാണ് ഇലക്ട്രോ കോട്ടറി. ഈ പ്രൊസീജിയർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമല്ല, ചില ആൾക്കാരിൽ തൂക്കമേറിയ കമ്മലുകളൊക്കെ യൂസ് ചെയ്ത് ഒരു ഏജ് കഴിയുമ്പോൾ ഇയർ ലോബ് തൂങ്ങി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ഇയർ ലോബ് റിപ്പയർ ചെയ്യാൻ സാധിക്കും. ഈ ഇയർ ലോബ് റിപ്പയർ പ്രൊസീജിയറിൻ്റെ ഇടയിലും നമുക്ക് ഇലക്ട്രോ കോട്ടറി ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ചില ആൾക്കാരിൽ കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ്സ് കാണാം. ചിലരുടെ കൺതടങ്ങളിൽ, അതായത് അപ്പർ ഐലിഡിന് മുകളിലായിട്ട് യെല്ലോ കളറിൽ ഡെപ്പോസിറ്റ്സ് ആയിട്ട് കാണാൻ സാധിക്കും. അതിന് പറയുന്ന പേരാണ് സാന്തലസ്മ. ഇങ്ങനെയുള്ള ആൾക്കാരിലും ആ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് കരിച്ചു കളയാനായിട്ട് നമുക്ക് ഇലക്ട്രോ കോട്ടറി മെഷീൻ യൂസ് ചെയ്യാം. ഇത് തന്നെ അല്ലാതെ വീണ്ടും നമുക്ക് സെബേഷ്യസ് സിസ്റ്റ് റിമൂവൽ, ഈ പ്രൊസീജിയറിൽ നമുക്ക് ഇലക്ട്രോ കോട്ടറി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ചെയ്യുന്നത്? ആദ്യം നമ്മൾ നമ്പിങ് ക്രീം അല്ലെങ്കിൽ നമുക്ക് അനസ്തെറ്റിക് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യും. ഇത് യൂസ് ചെയ്യുന്നത് പെയിൻഫുൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 to 45 മിനിറ്റ്സ് ഏത് ഏരിയയിലാണോ നമുക്ക് പ്രൊസീജിയർ ചെയ്യാനുള്ളത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ പ്രൊസീജിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ഒരു പിഗ്മെൻറ്റേഷനോ ചില ആൾക്കാർക്ക് ഒരു സ്കാർ ഫോർമേഷനോ ഉള്ള ചാൻസ് ഉണ്ടാവും. പക്ഷെ അത് വളരെ മിനിമലായിട്ടായിരിക്കും ഉണ്ടാവുക. അത് എന്തുമാത്രം ഡെപ്ത് ഈ ഗ്രോത്ത്സിനുണ്ട് എന്നനുസരിച്ചിട്ടായിരിക്കും അതുണ്ടാവുക. ഇത് ഒരു 10 to 14 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് ഹീലായി പോവുകയും ചെയ്യും. സോ എന്തെങ്കിലും റീസെൻ്റ് ആയിട്ട് ഫങ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് കുറച്ച് നാൾ മുമ്പായിട്ട് വേണം ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. ബിക്കോസ് ആ പാട് മാറാനായിട്ട് ഒരു 10 to 14 ഡേയ്സ് എങ്കിലും എടുക്കും. ഇതിന് സൈഡ് എഫക്ട്സ് എന്ന് പറയാൻ ആസിഡ് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെയില്ല. ആകെ ഉള്ളത് ചില ആൾക്കാരിൽ പിഗ്മെൻറ്റേഷൻ ചാൻസസ് ഉള്ള ആൾക്കാരിൽ ഒരു മൈൽഡ് പിഗ്മെൻറ്റേഷൻ അത് ചെയ്ത ഏരിയാസിൽ കാണാൻ പറ്റും. സ്കാറിങ് ടെൻഡൻസി ഉള്ള ആൾക്കാരിലും ചെറുതായിട്ട് സ്കാർ ഫോർമേഷൻ ഉണ്ടാവും. അതല്ലാതെ ഇതിനൊരു മേജർ ആയിട്ടുള്ളൊരു ഡ്രോബാക്ക് ഒന്നും തന്നെ ഈ പ്രൊസീജിയറിനില്ല.